എന്താണ് ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം? അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഒരു സപ്ലയർ ഗുഡ്സോ സർവീസോ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ലിസ്റ്റ് പ്രൈസിന്മേൽ നമുക്ക് തരുന്ന ഡിസ്കൗണ്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ്? പൊതുവെ ട്രേഡ് ഡിസ്കൗണ്ട് എന്നും പറഞ്ഞ് നമ്മൾ എൻ്റർ ചെയ്യാറില്ല. പകരം ഈ ട്രേഡ് ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള നെറ്റ് എമൗണ്ടിന്റെ വാല്യൂ മാത്രമേ നമ്മൾ അക്കൗണ്ട്സിൽ എൻ്റർ ചെയ്യാറുള്ളൂ. ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് ഐറ്റംസുകൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് പൊതുവെ ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കാറുള്ളത്. ഇനി ക്യാഷ് ട്രാൻസാക്ഷൻസ് ആയിക്കോട്ടെ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആയിക്കോട്ടെ, ട്രേഡ് ഡിസ്കൗണ്ടുകൾ കൊടുക്കാറുണ്ട്. ഇനി നേരെ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ടിലേക്ക് പോവാം. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്ന സമയത്ത് സപ്ലയർ ഇൻവോയ്സ് പ്രൈസിന്മേൽ കൊടുക്കുന്ന ഡിഡക്ഷൻ ആണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യും. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. അത് P&L അക്കൗണ്ടിലേക്കായിരിക്കും വരുന്നത്. ഇത് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആണ് നടത്തുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കറക്റ്റ് ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പാർട്ടി കറക്റ്റ് ആയിട്ട് അതിന്റെ പേയ്മെന്റ് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ക്യാഷ് ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്നത്. ഇത് മെയിൻ ആയിട്ടും ക്യാഷ് പേയ്മെന്റ്സുകൾക്കായിരിക്കും ഇത്തരത്തിലുള്ള ക്യാഷ് ഡിസ്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതാണ് ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം.